ഹനുമാൻ സേവ നടത്തിയാൽ നിധി കിട്ടുമെന്നും ലക്ഷക്കണക്കിന് നിധി വീട്ടിനകത്ത് നിന്നും കുഴിച്ച് കിട്ടുമെന്നൊക്കെ ആ മന്ത്രവാദി അവരെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഹങ്കാരമായിരുന്നു അവരുടെ മനസ്സിലും മുഖത്തുമൊക്കെ. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യം പറഞ്ഞാൽ 1981 ഡിസംബർ 17, കേരളത്തെ ഞെട്ടിച്ച പനംകൂട്ടി നരബലി. പനംകൂട്ടി ചുരുളിപ്പറമ്പിൽ കറുപ്പന്റെ മൂത്ത മകൻ മോഹനന്റെ കയ്യും പിടിച്ച് ഒരു പിടി സ്വപ്നങ്ങളുമായി കയറി വന്നതായിരുന്നു സോഫി എന്ന 18-കാരി. എന്നാൽ സോഫിയെ ഇവിടെ കാത്തിരുന്നതാകട്ടെ മരണവും. ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും അന്ധവിശ്വാസത്തിന്റെ രക്തസാക്ഷിയാകേണ്ടി വന്ന സോഫിയുടെ കഥ 45 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് അന്നത്തെ ഫോട്ടോ എടുത്തതും വിവരങ്ങളൊക്കെ ശേഖരിച്ചതും. അന്ന് വണ്ടിയും ഫോണോ മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തായിട്ട് പോലും വൻ ജനസമുദ്രം തന്നെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഭവം എന്ന് പറയാവുന്ന നരബലി നടന്നതിൻ്റെ ഒരു ആദ്യത്തെ തന്നെ സംഭവമാണ് ഈ പനംകുട്ടിയിൽ നടന്നിരിക്കുന്നത്. സോഫിയെ അർദ്ധനഗ്നയാക്കി വീടിന് സമീപത്തുണ്ടായിരുന്ന തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. ബലിത്തറ ഉയർന്നു. മോഹനന്റെ 2ാമത്തെ സഹോദരൻ ഉണ്ണി കുത്തിമുറിവേൽപ്പിച്ച് രക്തമൊഴുക്കി സോഫിയെ ബലിയർപ്പിച്ചു. പ്രദേശവാസികൾ പുറത്തേക്ക് കേട്ടത് വലിയ മണിയടികളും മന്ത്രോച്ചാരണങ്ങളും മാത്രം. പിറ്റേ ദിവസം കാര്യമറിയാൻ നാട്ടുകാർ എത്തിയപ്പോൾ സോഫിയെ കുഴിച്ചിട്ടെടുത്ത് ചാണകം തളിച്ചുകൊണ്ടിരുന്ന കറുപ്പന്റെ ഭാര്യ ഇവരെ ആക്രമിച്ചു. കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് നരബലിയുടെ കഥ പുറം ലോകത്തേക്ക്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും ഇര. മാണിക്യമംഗലം ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു കാലടിക്കാരനായ ഒരു മന്ത്രവാദിയായിരുന്നു അന്ന് ഇവരുടെ കൂടെ ഇതിനെല്ലാം ഇവരെ പ്രേരിപ്പിച്ചത്. അയാളുടെ നേതൃത്വത്തിലാണ് ഈ പൂജയും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്. എന്നിട്ട് അന്ന് തന്നെ ഈ പൂജാകാര്യങ്ങളൊക്കെ നടത്തി. എന്നോട് നാട്ടുകാർ പറഞ്ഞ വിവരമനുസരിച്ചും പൂജാകാര്യങ്ങളൊക്കെ നടത്തി ഈ പെണ്ണിനെ ശൂലം കൊണ്ട് കുത്തി കൊല്ലുകയില്ലേ. 14 കുത്തോ 15 കുത്തോ എങ്ങാണ്ട് കുത്തിയാണ് കൊന്നത്. പോലീസ് എത്തി മൃതദേഹം കുഴിച്ചെടുക്കുമ്പോഴും നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഉയർത്തെഴുന്നേൽക്കുകയും നിധി കിട്ടുകയും ചെയ്തേനെ എന്ന് പറഞ്ഞ മോഹനന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം. കുറ്റവാളികളെല്ലാം തന്നെ ശിക്ഷിക്കപ്പെട്ടു. മോഹനനെ ജയിലിൽ വെച്ച് മരണം കീഴടക്കി. ബാക്കിയുള്ളവർ ശിക്ഷ പൂർത്തിയാക്കി നമുക്ക് മുന്നിൽ ഒരു കറുത്ത അധ്യായമായി തുടരുന്നു. ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളും ദുരാചാരങ്ങളും ഇതൊക്കെ നിയമം മൂലം നിരോധിക്കണമെന്ന് PT തോമസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതൊക്കെ ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ റിപ്പോർട്ടും ചെയ്തതാണ്. പക്ഷേ ഈ കേരളം ഇത്രയും ആധുനിക രംഗത്തെത്തിയിട്ട് പോലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊന്നും ഇന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പല സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോഫിയുടെ കണ്ണീരും ചോരയും വീണു കലർന്ന മണ്ണിൽ നിന്നുയർന്ന മണിമുഴക്കങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഇന്നും പലരുടെയും ഉള്ളിൽ മായാതെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ പ്രബുദ്ധ കേരളത്തിൽ കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന നരബലികളും ദുർമന്ത്രവാദങ്ങളും അനാചാരങ്ങളും ഇതിനെല്ലാം ആര് തടയിടും? നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.